മഴത്തോരു മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാമച്ചന്റെ വീട്ടിൽ നിന്നും ബബിതയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന വൈജയന്തിക്കും ശിവശങ്കര മേനോനും അപ്രതീക്ഷിതമായി സ്റ്റാൻലി ജോസഫിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു പിന്നീട് ഇരുവരുടെയും ചിന്ത. ഒടുവിൽ ബബിതയുമായവർ പുറത്തേക്കിറങ്ങി കാറിൽ കയറി. കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വേഗതയൊന്നുമില്ല. ബബിത ശിവശങ്കര മേനോനെ നോക്കി. അങ്കിൾ ഗാഢമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. അമ്മയുടെ മുഖത്തെ സ്തോഭം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടുമില്ല. ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? നമ്മൾ മരണ വീട്ടിലേക്കൊന്നും പോവുമല്ലോ. ശിവശങ്കര മേനോൻ തല ചെരിച്ച് ബബിതയൊന്ന് നോക്കിയിട്ട് വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുകയാണ്. ബബിത അപ്പോൾ പറയുക, അങ്കിളെ ഒരു പാട്ട് വെക്ക്. ശിവശങ്കര മേനോൻ മനസ്സില്ലാ മനസ്സോടെ ഡിസ്പ്ലെയർ ഓൺ ചെയ്തു. കാറിൻ്റെ മേൽക്കൂര തെറിപ്പിക്കുന്ന താളമേളങ്ങളോടെ ഒരു ഹിന്ദി പാട്ട് തുടങ്ങി. ശിവശങ്കര മേനോൻ വോള്യൂം കുറച്ചു വെച്ചു. പാട്ട് പകുതിയായപ്പോൾ വൈജയന്തി അസഹ്യതയോടെ ചോദിക്കുകയാണ്, ഒന്ന് നിർത്താമോ? മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? ശിവശങ്കര മേനോൻ പാട്ട് നിർത്തി. അപ്പോൾ ബബിത, അമ്മയ്ക്കെന്താ ഇത്ര വലിയ ടെൻഷൻ? ഞാൻ കൂടെ പോകുന്നില്ലേ, പിന്നെന്താ? ടെൻഷനായിട്ടാണോ? പാട്ടാണെങ്കിൽ വേണ്ടില്ല, കൂത്ത്. ബബിത തർക്കിക്കാൻ പോയില്ല. മുൻപായിരുന്നെങ്കിൽ അവളങ്ങനെ വിട്ടുകൊടുക്കില്ലായിരുന്നു. അല്പം കഴിഞ്ഞ് വൈജയന്തി ചോദിക്കുകയാണ്, നീ എത്ര ദിവസമായി എറണാകുളത്ത് വന്നിട്ട്? അമ്മ എന്നെ ഹോട്ടലിൽ അന്ന് കണ്ടില്ലേ, അന്ന് വന്നതാണ്. അന്നൊരൊറ്റ ദിവസം കൊണ്ട് നീ സ്റ്റാൻലിയുമായി അത്രയ്ക്ക് പരിചയത്തിലായോ? അപ്പോഴാണ് ബബിതയ്ക്ക് തൻ്റെ അബദ്ധം മനസ്സിലായത്. 2 ദിവസം കൂട്ടി പറയേണ്ടതായിരുന്നു. അമ്മയുടെ ചോദ്യങ്ങൾ അർത്ഥഗർഭമാണ്. അവൾക്ക് തന്നെ മുന്നറിയിപ്പ് നൽകി, സൂക്ഷിച്ചേ സംസാരിക്കാവൂ. സ്റ്റാൻലി പപ്പായെ എനിക്ക് അതിനു മുൻപും പരിചയമുണ്ട്. അത് കേട്ടപ്പോഴേക്കും വൈജയന്തിയുടെ നെഞ്ചിലൊരു മിന്നിപ്പിടുത്തമുണ്ടായി. സ്റ്റാൻലി പപ്പായോ? നീ അവിടെ വെച്ചും പപ്പ എന്ന് വിളിക്കുന്നത് കേട്ടു. അതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? സ്റ്റാൻലി നിന്നോട് പറഞ്ഞോ അയാളെ അങ്ങനെ വിളിക്കണമെന്ന്? പറഞ്ഞാലെന്താ തെറ്റ്? പറഞ്ഞോന്നാണ് ഞാൻ ചോദിച്ചത്. അലീന ചേച്ചി സ്റ്റാൻലി പപ്പായെ അങ്ങനെയാണ് വിളിക്കുന്നത്. അത് കേട്ട് ഞാനും അതുപോലെ വിളിച്ചു തുടങ്ങി. നെഞ്ചിലെ കൊളുത്ത് ഒന്നയഞ്ഞു. വൈജയന്തി ദീർഘനിശ്വാസം അയച്ചു. അവളങ്ങനെ വിളിച്ചു എന്ന് വെച്ച് നീയും അങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പിന്നെ എങ്ങനെ വിളിക്കും? ഉടനെ ശിവശങ്കര മേനോൻ ഇടപെട്ടു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ നീ സ്റ്റാൻലി അങ്കിൾ എന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്? അത് അങ്കിളിന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാ, ബബിത വെളിപ്പെടുത്തി. എന്നിട്ട് വൈജയന്തി ഒന്ന് നോക്കി. തുടർന്ന് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? അച്ഛൻ്റെ പ്രായമില്ലേ? വൈജയന്തി അല്പമൊന്ന് പതറി. പിന്നീട് വിശദീകരണം നൽകുകയാണ്. അലീനയെപ്പോലെയാണോ നീ? അവൾക്ക് ആരെയും എന്തും വിളിക്കാം. അനാഥാലയത്തിൽ നിന്ന് ചാടിപ്പോന്നവളാ. തള്ളയും തന്തയും കൂടപ്പുറപ്പുകളും ഇല്ലാത്തവളാ. കുടുംബം, അന്തസ്, ആഭിജാത്യം ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല. വീണിടം വിഷ്ണുലോകം. പക്ഷെ നീയോ? അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവള് അനാഥാലയത്തിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരു വീട്ടുവേലക്കാരി പെരുമാറുന്നത് പോലെയാണോ നീ പെരുമാറി ശീലിക്കേണ്ടത്? അതിന് ബബിത, അലീന ചേച്ചി ഇപ്പോൾ വീട്ടുവേലക്കാരി അല്ലല്ലോ. ആയിരുന്നോ? ആ, നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴല്ലേ. പക്ഷെ ഒരു വീട്ടുവേലക്കാരിയുടെ സ്ഥാനമായിരുന്നോ അലീന ചേച്ചിക്ക്? എനിക്കും രോഹിയേട്ടനുമൊക്കെ സ്വന്തം ചേച്ചിയെപ്പോലെയായിരുന്നു അലീന ചേച്ചി. അച്ഛനാണെങ്കിൽ സ്വന്തം മോളെപ്പോലെയും. മോളെപ്പോലെ. വൈജയന്തി പല്ലും ജരിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. സത്യമായിട്ടും അങ്ങനെ ആയിരുന്നമ്മേ. ഇനിയെങ്കിലും അമ്മ വിശ്വസിക്കണം. ഞാൻ അമ്മയുടെ മോളല്ലേ, എൻ്റെ അച്ഛൻ്റെ മോളല്ലേ. അത് സത്യമാണെന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കണം. അച്ഛനും മോളെപ്പോലെയാണ് അലീന ചേച്ചി. ഇക്കാര്യത്തിൽ അമ്മ എന്നോട് തർക്കിക്കരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവളെ നിൻ്റെയൊക്കെ കണ്ണു കെട്ടി. പെട്ടെന്ന് ശിവശങ്കര മേനോൻ്റെ വിളി വന്നു, ജയന്തി. വൈജയന്തി പറഞ്ഞു വന്നത് മുഴിപ്പിക്കാതെ അവിടെ നിർത്തി. അലീന ചേച്ചി എന്നെ നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അമ്മേ, നല്ലതേ ശീലിപ്പിച്ചിട്ടുള്ളൂ. അലീന ചേച്ചിയുടെ ജീവിതം പാഠപുസ്തകമാക്കി വെച്ചിരിക്കുന്നവളാണ് ഞാൻ. അതുപോലെ ജീവിക്കാനുള്ള ശക്തി തരണമെന്ന എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ. ബബിതയുടെ ആ വാക്കുകൾ ദൃഢസ്വരത്തിലായിരുന്നു. അത് കേട്ടുകൊണ്ട് ശിവശങ്കര മേനോൻ ശാസനാസ്വരത്തിൽ പറയുകയാണ്, എന്നുവെച്ച് അയാളെ പപ്പയെന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ദുസ്വാതന്ത്ര്യമാണത്. എന്താ അങ്കിൾ തെറ്റ്? അങ്കിൾ പറ. ഞാൻ പപ്പയെന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. പപ്പയുടെ മുഖത്തും ആ സന്തോഷവും വാത്സല്യവും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം മോളെന്ന പോലെയാണ് എന്നോട് പെരുമാറുന്നത്. ആയിരിക്കും, പക്ഷേ അന്യരെ നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഒരു തവണ കൈ പൊള്ളിയവളാണല്ലോ നീ. ആളുകളെല്ലാവരും നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല. അതും എനിക്ക് മനസ്സിലാക്കി തന്നത് അലീന ചേച്ചി തന്നെയാണ്. ആരും പുറമേ കാണുന്നത് പോലെയല്ലെന്ന്. അത് കേട്ടുകൊണ്ട് വൈജയന്തി മുഖം തിരിച്ചു മകളെ ഒന്ന് നോക്കി. അവളുടെ വാക്കുകളുടെ അക്ഷരങ്ങൾക്കിടയിൽ പോലും അർത്ഥമുണ്ടോ? കുത്തിലും കോമയിലും പോലും ആശ്ചര്യ ചിഹ്നങ്ങളുണ്ടോ? വൈജയന്തി ശാന്തസ്വരത്തിൽ ചോദിക്കുകയാണ്, മാമച്ചൻ്റെ ആരാണ് സ്റ്റാൻലി? അതെനിക്കറിയില്ല. റിലേറ്റീവ് ആണെന്ന് മാത്രമേ അറിയൂ. അലീനയ്ക്ക് എങ്ങനെയാണ് സ്റ്റാൻലിയുമായിട്ട് പരിചയം? സ്റ്റാൻലി പപ്പയുടെ കീഴിലാണ് അലീന ചേച്ചി ഇപ്പോൾ ജോലി ചെയ്യുന്നത്. വീണ്ടും നെഞ്ചിലൊരു മിന്നിപ്പിടുത്തം. ബാലേട്ടനല്ലേ അലീനയെ കടപ്പാട്ടൂര വീട്ടിൽ നിന്നും കൊണ്ടുപോയതും എവിടേക്കോ മാറ്റി പാർപ്പിച്ചതും? അത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കായിരുന്നു. ഉടനെ ശിവശങ്കര മേനോൻ്റെ ചോദ്യം, സ്റ്റാൻലിയുടെ കീഴിൽ എന്ത് ജോലിയാണ് അലീനയ്ക്ക്?
തസ്തികയൊന്നും എനിക്കറിയില്ല. സ്റ്റാൻലി പപ്പയുടെ മാനേജരും പ്രൈവറ്റ് സെക്രട്ടറിയും സൂപ്രണ്ടും കാഷ്യറും സെർവൻറ്റും കണക്കപ്പിള്ളയും എല്ലാം അലീന ചേച്ചിയാണെന്ന് വേണമെങ്കിൽ പറയാം. വൈജയന്തി ചൊടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അവൾക്കതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താടി? ഒരു വീട്ടു ജോലിക്കാരിയായി നിന്നവളെ, അതും അനാഥാലയത്തിൽ നിന്ന് വന്നവളെ, ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും കള്ളക്കളികൾ കാണുമല്ലോ. ഉടനെ അർദ്ധഗർഭമായി ബബിത പറയുകയാണ്, ആ, എന്തെങ്കിലും കള്ളക്കളികൾ കാണുമായിരിക്കും. അവൾ എങ്ങനെ ഈ ആളുകളെ വശീകരിച്ചെടുക്കുന്നു? നമുക്കൊരു സാമാന്യ യുക്തിയില്ലേ? അവൾ പപ്പയെന്ന് വിളിച്ചാൽ അയാൾ അവളുടെ പപ്പയാവുമോ? അച്ഛനെന്ന് വിളിച്ചാൽ അച്ഛനാവുമോ? വൈജയന്തിയുടെ ചോദ്യത്തിന് മറുപടിയായി ബബിത പറയുകയാണ്, ആകും. എങ്ങനെ? നീ എനിക്കതൊന്ന് മനസ്സിലാക്കി താ. ആ വിളി അവൾക്കൊരു മറ മാത്രമാണ്, കേൾക്കുന്നവർ സംശയിക്കത്തില്ലല്ലോ. വീണ്ടും ശിവശങ്കരമേനോൻ ഇടപെട്ടിട്ട് പറയുകയാണ്, ജയന്തി, നീ വെറുതെ സംസാരിക്കണ്ട. ആട്ടമോളെ, അവൾ എവിടെയാ താമസിക്കുന്നതെന്ന് പറ. ജോലിസ്ഥലത്ത് തന്നെയാ. അവിടെ റൂമുണ്ട്. വീടോ അതോ ഹോസ്റ്റലോ? വീടിൻ്റെ ഒരു പോർഷനാണ്. റെൻ്റ് കൊടുക്കണോ? വേണ്ട. ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണ്. നിനക്കോ? നീ ജോലിക്കാരിയല്ലല്ലോ. എനിക്കും ഫ്രീ ആയിരുന്നു. ഞാൻ അലീന ചേച്ചിയുടെ ഗസ്റ്റ് അല്ലായിരുന്നു. ഓ, അപ്പോൾ അലീനയുടെ കൂടെ ആര് ചെന്ന് താമസിച്ചാലും ചോദിക്കാനൊന്നും ഒരാളും ഇല്ലേ? അലീന ചേച്ചിയാണ് അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ആര് ചോദിക്കാനാ? അവിടെയുള്ളവർക്ക് വല്ലതും ചെയ്യണമെങ്കിൽ അലീന ചേച്ചിയുടെ അനുവാദം ചോദിക്കണം. വീണ്ടും വൈജയന്തി സംസാരിക്കുകയാണ്, ശിവേട്ടാ, അവൾക്കതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ അതുമാത്രമാണ് ചോദിക്കുന്നത്. ആ, നിന്റെ മമ്മിയുടെ ചോദ്യം ന്യായമാണ്. അതിന് ബബിത, പ്രധാനമന്ത്രിയാകാൻ തലയിലെഴുത്തുള്ള ഒരാളുടെ തലയിൽ പ്യൂണിൻ്റെ തൊപ്പി എടുത്തു വെച്ചാൽ ഇരിക്കുവോ? വീണ്ടും വൈജയന്തി, സമ്മതിച്ചു. ആരാ അവൾക്ക് അങ്ങനെ ഒരു ജോലി വാങ്ങിക്കൊടുത്തത്? അതൊരു അപകടം പിടിച്ച ചോദ്യമാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. അവൾ പറയുകയാണ്, എനിക്കതേപ്പറ്റി ശരിക്കും അറിയില്ല. മാമച്ചനങ്ങളായിരിക്കും. വൈജയന്തിക്ക് അത് കേട്ടപ്പോൾ അല്പം ആശ്വാസമായി. ശിവശങ്കരമേനോൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? പ്രോപ്പർ സ്ഥലപ്പേരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമാത്രം പറയാൻ പറ്റില്ല. പറയരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? വൈജയന്തിയുടെ സ്വരത്തിൽ പരിഹാസധ്വനി കലർന്നു. ഉവ്, പറഞ്ഞിട്ടുണ്ട്. അലീന ചേച്ചി അവിടെ എങ്ങാനും ജീവിച്ചു പൊയ്ക്കോട്ടെ. എന്തിനാ വെറുതെ അവിടെ ചെന്ന് ശല്യമുണ്ടാക്കുന്നത്? സ്റ്റാൻലി പുനലൂരാന്നല്ലേ പറഞ്ഞത്? അതെ, കൊട്ടാരമറ്റം. അവിടെ ചെന്ന് അന്വേഷിച്ചാലും വിവരം കിട്ടുമല്ലോ അല്ലേ? എന്താ അങ്കിളെ ഈ പോലീസ് മോഡൽ ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ അർത്ഥം? എന്നെ എറണാകുളത്ത് വെച്ച് കണ്ട ഉടനെ അമ്മയ്ക്ക് മകളെപ്പറ്റി ഉത്തരവാദിത്വ ബോധം ഉണ്ടായി. അങ്കിളിനും ചൂട് പിടിച്ചു. ഉടനെ ഫോണിൽ വിളിക്കുന്നു, എവിടാണെന്ന് ചോദിക്കുന്നു, കാറെടുത്ത് അന്വേഷിച്ചു വരുന്നു, മാമച്ചൻ അങ്കിളിൻ്റെ വീട് തപ്പിയെടുക്കുന്നു, പിടികിട്ടാപ്പള്ളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മാതിരി പിടിച്ചുകൊണ്ട് പോകുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ഉള്ളിലെ ഹിഡൻ അജണ്ട? ഹിഡൻ അജണ്ടയോ? ഒന്നുകിൽ മക്കൾ അച്ഛൻ്റെ കൂടെ താമസിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ. നീ എറണാകുളത്തെ ഏതോ ഒരു അന്യ വീട്ടിൽ താമസിക്കുകയാണെന്ന് കേട്ടപ്പോൾ അതൊട്ടും ശരിയല്ലെന്ന് തോന്നി. ആഹാ, അതുവരെ ഞാൻ എവിടെയാണെന്ന് പോലും അങ്കിള് അന്വേഷിച്ചില്ലല്ലോ. അപ്പോഴും ഞാൻ ഒരു അന്യ വീട്ടിലായിരുന്നു, അതും അമ്മ ഏറ്റവും വെറുക്കുന്ന അലീന ചേച്ചിയുടെ കൂടെ. അന്നേരം ഈ ചുമതല ബോധവും കടമയും സ്നേഹവും ഒക്കെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടാ നിന്റെ അമ്മ അന്വേഷിക്കാതിരുന്നത്. അലീനയെപ്പറ്റി എനിക്ക് മോശമായ അഭിപ്രായമില്ല, ശിവശങ്കരമേനോൻ പറഞ്ഞു നിർത്തി. അപ്പോൾ ബബിത, ഓ സന്തോഷം. വൈജയന്തി പിന്നെ ഒന്നും ചോദിച്ചില്ല. പക്ഷേ പൂരിപ്പിക്കാത്ത ചില കോളങ്ങൾ അവരുടെ മനസ്സിൽ ബാക്കി കിടപ്പുണ്ട്. അതിനു മുൻപ് ശിവേട്ടനുമായി ഒരു ചർച്ച വേണമെന്ന് വൈജയന്തിക്ക് തോന്നി. കാറ് പാലായിലെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. കൃഷ്ണജ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. കാറ് ഹോണടിച്ചപ്പോൾ അവൾ ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നിട്ടു. ശിവശങ്കരമേനോൻ കാറ് മുറ്റത്തേക്ക് കയറ്റി. ബബിത ആദ്യം ഡോർ തുറന്നിറങ്ങി. ഉദാസീനയായി നടന്നുവരുന്ന കൃഷ്ണജയെ കണ്ടുകൊണ്ട് ബബിത ഓടിച്ചെന്ന ആഹ്ലാദത്തോടെ അവളെ ആശ്ലേഷിച്ചു. അവളുടെ ഇരുത്തോളിലും പിടിച്ച് തെല്ലകറ്റി നിർത്തി അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി? കൃഷ്ണജ തണുത്ത ഒരാശ്ചര്യത്തോടെ ബബിതയെ നോക്കിക്കൊണ്ടു നിന്നു. ബബിതയിൽ നിന്നും അത്ര ഊഷ്മളമായ സ്നേഹപ്രകടനമൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾക്ക് ലജ്ജ തോന്നി. കൃഷ്ണജിയുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് ബബിത സിറ്റൗട്ടിലേക്ക് കയറി ചെന്നത്. ശിവശങ്കരമേനോൻ സിറ്റൗട്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തി, ശിവേട്ടൻ കയറിയിരിക്കേ, ഞാനങ്ങ് പോയേക്കാം. ഇരിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം ശിവേട്ട. ഒന്നും വേണ്ട. ഉടനെ വൈജയന്തി ശബ്ദം താഴ്ത്തി പറയുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇപ്പം തന്നെ വേണോ? ഞാൻ നാളെയോ മറ്റോ വരാം. അല്ലെങ്കിൽ നീ കൊല്ലപ്പള്ളിയിലോട്ട് വാ. ആ, എന്നാൽ ശിവേട്ടൻ ഗേറ്റിനടുത്തോട്ട് കാർ നീക്കിയിട്. ലിവിംഗ് റൂമിലേക്ക് തലകാട്ടി ബബിതയോടും കൃഷ്ണജിയോടും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശിവശങ്കരമേനോൻ ഇറങ്ങി. കാർ മുറ്റത്തിട്ട് തിരിച്ച് ഗേറ്റിനടുത്തേക്ക് മാറ്റി നിർത്തി. വൈജയന്തി അവിടേക്ക് ചെന്നു. ശിവേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങണ്ട, അവിടെ ഇരുന്നു. ശിവശങ്കരമേനോൻ ചില്ല് താഴ്ത്തി വെച്ചിട്ട് വൈജയന്തിയോട് സംസാരിച്ചു. അയാൾ പറയുകയാണ്, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബബിത എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നല്ലേ നിന്റെ സംശയം? അതുമാത്രമല്ല ശിവേട്ട, വേറെയും പല കാര്യങ്ങളുണ്ട്. ശിവേട്ടൻ ഒരു കാര്യം മനസ്സിലായോ? അലീന ഇപ്പോൾ സ്റ്റാൻലിയോടൊപ്പമാണ്. അതെനിക്ക് തീർച്ചയായി. അവൾ എങ്ങനെ സ്റ്റാൻലിയുടെ അടുത്തെത്തി? ബാലേട്ടൻ എത്തിച്ചു കൊടുത്തതാണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാൻലി ബാലേട്ടനും തമ്മിൽ മുൻപരിചയില്ലേ?
എങ്ങനെ പരിചയപ്പെട്ടു? കേവലം യാദൃശ്ചികമായി പരിചയപ്പെട്ടു എന്നേ ഉള്ളോ? അതോ ബാലേട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണോ? സ്റ്റാൻലി ബാലേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഓർത്തിട്ട് എനിക്കങ്ങ് ആധി കയറുകയാ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല ജയന്തി. ശിവേട്ടാ, എല്ലാം അറിഞ്ഞിട്ടാണോ ബാലേട്ടൻ എനിക്കെതിരെ ഇപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുത്തിരിക്കുന്നത്? ഇപ്പോഴെനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ശിവശങ്കരമേനോൻ അറിയാമായിരുന്നു വൈജയന്തി സത്യത്തിന്റെ വിളുമ്പിലാണ് എത്തി നിൽക്കുന്നതെന്ന്. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന് പറയാനോ ഭാവിക്കാനോ ഉള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല. വീണ്ടും അയാൾ പറയുകയാണ്, നീ വെറുതെ സംശയിക്കുന്നതാ ജയന്തി, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒന്ന് പറയാം ശിവേട്ടാ, ബാലേട്ടൻ്റെയും എൻ്റെ മക്കളുടെയും മുൻപിൽ തോറ്റ് തല കുനിച്ചു നിൽക്കുന്നതിനേക്കാൾ മരിക്കാനാണ് എനിക്കിഷ്ടം. അത് കേട്ടപ്പോഴേക്കും ശിവശങ്കരമേനോൻ്റെ മുഖം വിളറി. ഉഗ്രസ്ഫോടക ശക്തിയുള്ള ആ ബോംബ് ബാലചന്ദ്രമേനോൻ ഏതു നിമിഷവും പൊട്ടിച്ചേക്കാമെന്ന് അയാൾക്കറിയാം. ഫാമിലി കോർട്ടിൽ വൈജയന്തിയുടെ കേസ് നടക്കുന്ന ദിവസങ്ങളിൽ ശിവശങ്കരമേനോൻ തീക്കനലിനു മീതെയാണ്. ഈ കേസവധിക്കല്ലെങ്കിൽ അടുത്ത കേസവധിക്ക് അത് സംഭവിച്ചേക്കാമെന്നാണ് പേടി. വൈജയന്തിയെ കൊണ്ട് ഡിവോഴ്സ് കേസ് പിൻവലിപ്പിക്കുവാൻ അയാൾ ആവത് ശ്രമിച്ചു നോക്കി. നീലഗിരിയിലിരിക്കുന്ന ജ്യേഷ്ഠനെ കൊണ്ടുപോലും വൈജയന്തിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഒന്നും ഫലിച്ചില്ല. കടിച്ചു ചാവുന്ന നീറിനെ പോലെയാണ് വൈജയന്തി എന്ന് അയാൾക്ക് അറിയായികയല്ല. ശിവേട്ടൻ എന്താ ഒന്നും പറയാത്തെ? ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ലല്ലോ. ബബിത എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവള് എപ്പോഴത്തേതിനേക്കാളും ഹാപ്പിയാണ്. നല്ല പ്രസരിപ്പോടെ പെരുമാറുന്നു. ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം പാതി ചത്ത നിലയിലായിരുന്നല്ലോ അവള്. ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്തതുപോലെ. ഇപ്പം നീ കണ്ടോ, അവളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഫുൾ മാർക്കും അലീനയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. നീ അവളോടുള്ള അന്ധമായ വിരോധവും വെറുപ്പും ഉപേക്ഷിക്കണം. ശിവേട്ടൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട. ബാലേട്ടനും അവളും കൂടി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട ശിവേട്ട. അത് നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാവില്ല വൈജയ്. അച്ഛനും മോളും എന്ന് സങ്കല്പിച്ചു നോക്ക്, അർത്ഥം മാറും. എന്തിനു ഞാൻ സങ്കല്പിക്കണം? സത്യം അതാണെങ്കിൽ പോലും വെറുക്കപ്പെടേണ്ടവളാണവൾ. അതല്ലെങ്കിൽ അടുക്കളക്കാരിയും ഗ്രഹനാഥനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ലോജിക്ക് അതെനിക്ക് മനസ്സിലാക്കാൻ ഈ ജന്മം പോരാ ശിവേട്ട. നിന്നോട് ഇനി എനിക്കൊന്നും പറയാനില്ല. ശിവശങ്കരമേനോൻ ഗിയർ ലിവർ മാറ്റി. ശിവേട്ടനെന്താ ഇത്ര ധൃതി? നിന്നോട് സംസാരിച്ച് പിണങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പോകുന്നത്. വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ശിവേട്ട, അലീന എവിടെയാണെന്ന് അന്വേഷിക്കണ്ടേ? എന്തിന്? എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും. നിന്റെ മനസ്സമാധാനം ആരെങ്കിലും കെടുത്താൻ വന്നോ വൈജയ്? സ്റ്റാൻലി പോലും എത്ര ഡീസൻ്റായിട്ടാണ് പെരുമാറിയത്. ഞാൻ കരുതി അയാളെല്ലാം കുളവാക്കുമെന്ന്. നിന്നെ വഴിവെക്കിൽ വെച്ച് പോലും കണ്ടതായിട്ട് അയാൾ ഭാവിച്ചോ? ഇല്ലല്ലോ. ബബിതയും ഒന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അലീനയോടും സ്റ്റാൻലി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെയാണ്. പക്ഷേ സ്റ്റാൻലിക്ക് അറിയാലോ അലീന എൻ്റെ ജോലിക്കാരിയായിരുന്നുവെന്നും ബബിത എൻ്റെ മോളാണെന്നും ഒക്കെ. അറിഞ്ഞാലെന്താ കുഴപ്പം? അലീന സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം ഊഹിക്കരുതോ? ആ അടുപ്പം സ്റ്റാൻലിയെ കൊണ്ട് പറയിക്കാതിരിക്കുമോ പഴയ കാര്യങ്ങൾ, ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം? ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പറയും. ഇപ്പോൾ അത് പറയുവാനൊരു കാരണവുമായി. ഞങ്ങൾ മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയല്ലോ. ബബിത പറഞ്ഞത് വെച്ച് നോക്കിയാൽ സ്റ്റാൻലി അവൾ വശീകരിച്ചെടുത്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്കാരിക്ക് എത്രത്തോളം എത്താൻ കഴിയുമെന്ന് നമുക്കറിയാമല്ലോ. ജയന്തി, നീ മനുഷ്യരെ വില കുറച്ച് കാണരുത്, ഒരൊറ്റ വ്യക്തിയെപ്പോലും. വൈജയന്തി ചുറ്റുപാടുമൊന്ന് നോക്കിയിട്ട് സ്വരം താഴ്ത്തി പറയുകയാണ്. ശിവേട്ട, ഞാനും സ്റ്റാൻലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അലീനെ അറിഞ്ഞാൽ അത് ബബിത അറിയും, രോഹിത്തും അറിയും, ബാലേട്ടനോടും അവൾ പറയും. അത് കേട്ടുകൊണ്ട് ശിവശങ്കരമേനോൻ, ശരി, നിനക്കത് തടയാൻ പറ്റുമോ? തടയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ബലമായ സംശയമുണ്ട് ബാലേട്ടൻ തന്നെയാണോ സ്റ്റാൻലിയെ കണ്ടുപിടിച്ചതെന്നും അലീനയെ തൽക്കാലം അവിടേക്ക് മാറ്റിയതെന്നും. വൈജയന്തി ഈ പറഞ്ഞത് സത്യമാണെന്ന് ശിവശങ്കരമേനോന് ബോധ്യമായി. അതോടെ മറ്റൊരു ഭീതിയും അയാളെ ഗ്രസിച്ചു. ഇതെല്ലാം ആസൂത്രിതമായിട്ടാണ് നടന്നിരിക്കുന്നതെങ്കിൽ അലീനയെ എന്തുകൊണ്ട് ബാലചന്ദ്രമേനോൻ സ്റ്റാൻലിയുടെ പക്കൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? വാസ്തവത്തിൽ അലീന ആരാണ്? ഉടനെ വൈജയന്തി ചോദിക്കുകയാണ്, ശിവേട്ടൻ എന്താ ആലോചിക്കുന്നേ? നീ പറഞ്ഞതുപോലെ ഞാനൊന്ന് അന്വേഷിക്കാം. തൽക്കാലം നീ സമാധാനമായിട്ടിരിക്കെ. ശിവശങ്കരമേനോൻ സഹോദരിയെ ആശ്വസിപ്പിച്ചു. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, വിളിക്കാം. അയാൾ കൊല്ലപ്പള്ളിയിലേക്ക് കാർ ഓടിച്ചുപോയി. റൂം ഹീറ്റർ ഉണ്ടായിരുന്നത് കൊണ്ട് മുറിയിലെ വായുവിന് ഇളം ചൂടുണ്ടായിരുന്നു. പക്ഷേ പുറത്തെ രാത്രിക്ക് പതിവിലും തണുപ്പേറിയിരുന്നു. നീലഗിരി നിരകളിൽ മൂടൽമഞ്ഞ് സോപ്പ് പത പോലെ കിടക്കുന്നതും നോക്കി ഗംഗാധരമേനോൻ ജനാലയ്ക്കരികെ നിന്നു. ജനാല ചില്ലകളിലൂടെ മഞ്ഞുകണങ്ങൾ ചാലിട്ടൊഴുകി തമ്മിലിടകലർന്നു. മാലതി മേനോൻ റൂം ഹീറ്ററിനരികെ ചൂടാക്കിയ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് കിടക്കക്കരികെ വന്നു. ഇതുവരെ തീർന്നില്ലേ നിന്റെ തണുപ്പ്? അവൾ വേഗം കിൽറ്റിനുള്ളിലേക്ക് നൂണ്ട് കയറി. ഗംഗാധരമേനോനും കിടക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ കോൾ. ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി അല്പനേരം ഗംഗാധരമേനോൻ സംശയിച്ചിരുന്നു. എടുക്കണോ വേണ്ടയോ? അപ്പോൾ മാലതി ചോദിക്കുകയാണ്, ഫോൺ എടുക്കുന്നില്ലേ? ഗംഗാധരമേനോൻ ചെന്ന് ഫോൺ എടുത്തു.
മറുവശത്ത് ശിവശങ്കര മേനോനായിരുന്നു. ആഹാ, നീയായിരുന്നോ? എന്താ വിശേഷം? വിശേഷമൊക്കെ പറയാം. അതിനു മുൻപ് ഒരു സംശയം തീർക്കാനുണ്ട്. അനുജന്റെ ഉദ്വേഗഭരിതമായ ശബ്ദം ഗംഗാധര മേനോനെ വിസ്മയിപ്പിച്ചു. അയാൾ ചോദിക്കുകയാണ്, എന്താ നിന്റെ സംശയം ഈ പാതിരാത്രിക്ക്? ഗംഗേട്ടാ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയന്തി ഗംഗേട്ടന്റെ കീഴിൽ ആഗ്ര കന്റോൺമെന്റിലുണ്ടായിരുന്ന ആ സ്റ്റാൻലി ജോസഫ് ഇല്ലേ, അയാളും തമ്മിൽ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തു. ഓ മൈ ഗോഡ്, പർപ്പസ്ഫുള്ളി? നോ, യാദൃശ്ചികമായൊരു കൂടിക്കാഴ്ച. എങ്ങനെയോ അത് സംഭവിച്ചു. പക്ഷേ സ്റ്റാൻലിയോടൊപ്പം ബബിതയുണ്ടായിരുന്നു. അവർ തമ്മിൽ പരിചയപ്പെടുവാനും അടുത്തു പെരുമാറുവാനും സാഹചര്യമുണ്ടായി. സ്റ്റാൻലിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലായിരുന്നു ബബിത 2 ദിവസം. പിന്നീട് ഞാനും ജയന്തിയും കൂടി അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ പോയപ്പോൾ സ്റ്റാൻലി അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കുന്നിടത്തോളം അടുപ്പമുണ്ട് ബബിതയും സ്റ്റാൻലിയും തമ്മിൽ. ഞാൻ പറയുന്നത് ഗംഗേട്ടൻ കേൾക്കുന്നുണ്ടോ? ഒവ്, നീ പറയ്. ഇതൊന്നുമല്ല ഗംഗേട്ട വിഷയം. അലീന ബാലചന്ദ്ര മേനോൻ്റെ വീട്ടിൽ നിന്നും പോയിരുന്നല്ലോ. പക്ഷെ അവളിപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ കൂടെയാണ്. അവൾ അയാളെ പപ്പ എന്നാണ് വിളിക്കുന്നത്. വെറുമൊരു വേലക്കാരിക്ക് സ്റ്റാൻലിയെ പോലൊരു ആർമി ഓഫീസറുടെ അടുത്ത് എത്രമാത്രം സ്വാതന്ത്ര്യം കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മനുഷ്യരല്ലേ, ചിലപ്പോൾ മാറ്റം വരും. ഓരോ 10 വർഷത്തിനിടയിലും ചിന്തയിലും സ്വഭാവത്തിലും കുറേ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതം കൊടുക്കുന്ന എക്സ്പീരിയൻസിൽ നിന്നും സ്വന്തമാക്കുന്ന ശീലങ്ങളാണത്. പക്ഷേ ഗംഗേട്ട, അലീനയെ ബാലചന്ദ്രനാണ് സ്റ്റാൻലിയുടെ പക്കൽ എത്തിച്ചു കൊടുത്തത് എന്ന് എനിക്ക് ബലമായൊരു സംശയമുണ്ട്. അത്രയും കേട്ടപ്പോഴേക്ക് ഗംഗാധര മേനോന്റെ ഹൃദയത്തിൽ ഒരു പ്രകമ്പനമുണ്ടായി. മാലതി മേനോൻ ആകാംക്ഷയോടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. മറുവശത്ത് ശിവശങ്കരനാണെന്നും അല്പം ഗൗരവമുള്ള പ്രശ്നമാണ് സംസാരിക്കുന്നതെന്നും മാലതിക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് കട്ടിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്, എന്താ ഗംഗേട്ട പ്രശ്നം? ശിവ, നീ ഫോൺ വെക്ക്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. മാലതിയോടൊന്ന് സംസാരിക്കട്ടെ. ഗംഗാധര മേനോൻ റിസീവർ വെച്ചിട്ട് മാലതിയുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇതിപ്പോൾ ആകെ കുഴപ്പമായല്ലോ. എന്തു കുഴപ്പം? നീ സ്റ്റാൻലിയെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആഗ്ര കന്റോൺമെൻറ്റിലായിരുന്നപ്പോൾ. ആ, എനിക്കറിയാം, ഞാൻ മറന്നിട്ടില്ല. ജയന്തിയെ കല്യാണം കഴിക്കാനിരുന്നയാൾ. അവരൊന്നിച്ച് കുറച്ചുനാൾ താമസിക്കുകയും ചെയ്തിരുന്നല്ലോ. അതെ. ഇപ്പോൾ ജയന്തിയും സ്റ്റാൻലിയും തമ്മിൽ എവിടെയോ വെച്ച് കണ്ടു. അതിനു മുമ്പ് ജയന്തിയുടെ മോളും സ്റ്റാൻലിയും തമ്മിൽ പരിചയത്തിലായി. ചുരുക്കി പറഞ്ഞാൽ ജയന്തിക്കിപ്പോൾ ഉള്ള സമാധാനം കൂടി പോയി. തുടർന്ന് ഗംഗാധര മേനോൻ വിധിയെ പഴിക്കുന്ന മട്ടിൽ പറയുകയാണ്, അതങ്ങനെ നീറി നീറി കഴിയാൻ വേണ്ടിയുള്ളൊരു ജന്മം. അലീനയുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അവളാണത്രേ ഇപ്പോൾ സ്റ്റാൻലിയുടെ സ്വത്തും ബിസിനസ്സും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവൾ സ്റ്റാൻലിയെ പപ്പ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അത് കേട്ട് ബബിതയും അയാളെ ഇപ്പോൾ പപ്പ എന്നാണ് വിളിക്കുന്നത്. ജയന്തി ഇതെല്ലാം അറിഞ്ഞ് ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. ഓരോരോ തലവേദനകൾ വരുന്ന വഴി. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല. ബാലചന്ദ്രനാണോ അലീനയെ സ്റ്റാൻലിയുടെ അടുത്തുകൊണ്ട് ഏൽപ്പിച്ചത് എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ബാലചന്ദ്രന് സ്റ്റാൻലിയുമായി മുൻപരിചയമില്ലേ? അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലിയും ജയന്തിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കാനിടയില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ബാലചന്ദ്രൻ ജയന്തിക്കെതിരെ കരു നീക്കുന്നത്? ഇതൊക്കെയാണ് അവളുടെയും പേടി. അപ്പോൾ മാലതി പറയുകയാണ്, ഗംഗേട്ട, ഇതെല്ലാം സത്യമാണെന്ന് നമുക്കും അറിയാമല്ലോ. കഴിഞ്ഞ വർഷം ബാലചന്ദ്രൻ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ച വിഷയങ്ങളല്ലേ ഇത്? നമ്മളല്ലേ സ്റ്റാൻലിയെക്കുറിച്ച് ബാലചന്ദ്രനോട് പറഞ്ഞത്? ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്താണ് ആ വേലക്കാരി പെണ്ണെ ഏൽപ്പിച്ചതെങ്കിൽ അവർ തമ്മിൽ പരിചയപ്പെടുകയും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അതും ശരിയാണല്ലോ. ഗംഗാധര മേനോന്റെ തലയിൽ ഇപ്പോഴാണ് വെളിച്ചം വീണത്. ഗംഗാധര മേനോൻ കിടക്കയിലേക്ക് വന്നിരുന്നു. അയാളുടെ മനസ്സിൽ വിവിധ വികാരങ്ങൾ അലതല്ലെന്നുണ്ടായിരുന്നു. മാലതി വല്ലാതെ വികാരാധീനയായിരിക്കുന്നത് അയാൾ കണ്ടു. അയാൾ മാലതിയോട് ചോദിക്കുകയാണ്, നിനക്ക് ടെൻഷനുണ്ടോ? എൻ്റെ നെഞ്ചിൽ ഒരു വിറയൽ പോലെ. ഒന്ന് ആലോചിച്ച് നോക്ക് ഗംഗേട്ട. സ്വന്തം മകൾ ഒരു വീട്ടുവേലക്കാരിയുടെ വേഷം കെട്ടി ജയന്തിയുടെ മുൻപിൽ. ജയന്തി അവളോട് വല്ലാത്ത ദേഷ്യപ്പെടുന്നു, ദയയില്ലാതെ പണിയെടുപ്പിക്കുന്നു. ഗംഗേട്ടനറിയാലോ, അലീനയോട് ജയന്തിക്ക് തീർത്താൽ തീരാത്ത ശത്രുതയായിരുന്നു. ബാലചന്ദ്രനെയും അലീനയും ചേർത്ത് സംശയിച്ചിട്ടാണ് അവൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വീട് വിട്ട് ഇറങ്ങിപ്പോയതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം എങ്ങോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്? ഈശ്വര, എന്തൊരു ട്രാജഡിയാണിത്. ഗംഗേട്ട, എനിക്കിപ്പോൾ ഒരു സംശയം. ആ കുട്ടിക്ക് അറിയായിരിക്കുമോ സ്വന്തം അമ്മയാണ് ജയന്തി എന്ന്? അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അലീന അവിടെ വീട്ടുവേലക്കാരിയായി വന്നത്. അല്ലെങ്കിൽ ഇത്രയധികം ആട്ടും തുപ്പുമൊക്കെ സഹിച്ച് വേറെ ആരെങ്കിലും ഇത്രയും ക്ഷമയോടെ അവിടെ പിടിച്ചു നിൽക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. രോഹിത്തിനെ ജയിലിൽ നിറക്കാൻ അവൾ ചെയ്ത ത്യാഗം. ബബിത സൂയിസൈഡ് ചെയ്യുവാൻ ശ്രമിച്ചപ്പോഴും അലീന വന്നില്ലേ കൂട്ടിക്കൊണ്ടുപോകാൻ? ഗംഗാധര മേനോൻ ഉടൻ തന്നെ എഴുന്നേറ്റ് പോയി വീണ്ടും ശിവശങ്കര മേനോന്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. ശിവശങ്കരനെ ലൈനിൽ കിട്ടിയപ്പോൾ അയാൾ പറയുകയാണ്, ശിവ, നീ പുനലൂരിലേക്ക് പോയി അത്യാവശ്യമായൊരു അന്വേഷണം നടത്തണം. സ്റ്റാൻലിയുടെ വീട് അവിടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ അവിടെ തന്നെയാണോ താമസമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 or 3 തവണ ഞാനവിടെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അച്ഛനും ഉണ്ടായിരുന്നു.
ജയന്തിക്ക് അറിയാമായിരിക്കും അയാളുടെ വീട്ടുപേര്. ശരി ഗംഗേട്ട, ഞാൻ അന്വേഷിക്കാം. ആ, കിട്ടുന്ന വിവരങ്ങൾ അപ്പപ്പോഴെന്നെ അറിയിക്കണം കേട്ടോ. ശരി ഗംഗേട്ട, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ഗംഗാധര മേനോൻ റിസീവർ വെച്ചിട്ട് ചിന്താധീനനായിരിക്കുകയാണ്. വലിയ ആശയക്കുഴപ്പത്തിലാണ് തൻ്റെ ഭർത്താവെന്ന് മാലതിക്കും മനസ്സിലായി. അവർ ചോദിക്കുകയാണ്, ഗംഗേട്ട ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് പ്ലാൻ? ആ, എന്തു ചെയ്യണമെന്ന് ആലോചിക്കണം. ഇതിനി രഹസ്യമായി സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇതിനകം ആരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് നിശ്ചയവുമില്ല. അലീനയ്ക്ക് കാര്യങ്ങൾ അറിയാം, ബാലചന്ദ്രനും അറിയാം, സ്റ്റാൻലിക്കും അറിയാം. സ്റ്റാൻലി അവളെ മകളായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലിയുടെ റിലേറ്റീവ്സിനും അറിയാമായിരിക്കണം. ഇനി അത് മൂടി വെക്കാൻ നോക്കണ്ട ഗംഗേട്ട. ഇത് ഫേസ് ചെയ്തേ പറ്റൂ. എങ്ങനെ ഫേസ് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? ഒടുവിലിവിടെ വില്ലന്മാരായി മാറാൻ പോകുന്നത് ഞാനും ശിവനുമായിരിക്കും. അച്ഛനും ശങ്കുണ്ണിയമ്മാവനും ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അവരുടെ കാര്യം രക്ഷപ്പെട്ടു. പക്ഷെ ജയന്തി ഇതറിഞ്ഞാലുള്ള അവസ്ഥ അതെനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അവൾ തകർന്നു പോകും. ഭർത്താവിൻ്റെ മുൻപിൽ, മക്കളുടെ മുൻപിൽ, ബന്ധുക്കളുടെ മുൻപിൽ, സഹപ്രവർത്തകരുടെ മുൻപിൽ, ലോകത്തിൻ്റെ ആകെ മുൻപിൽ അവൾ സർവൈവ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നേയില്ല. ഗംഗേട്ട, പക്ഷെ ബാലചന്ദ്രൻ ഈ രഹസ്യം പൊളിക്കും എന്നുള്ളത് തീർച്ചയല്ലേ? ഫാമിലി കോർട്ടിൽ കേസ് നടക്കുകയാണ്. ഇതായിരിക്കും ബാലചന്ദ്രൻ്റെ അവസാനത്തെ ആയുധം. സ്റ്റാൻലിയും അലീനയും അവരുടെ ബന്ധുക്കളും ജീവിച്ചിരിക്കുന്ന തെളിവുകളായി അവശേഷിക്കുന്നുണ്ട്. പണ്ട് ശങ്കുണ്ണിയമ്മാവനും അച്ഛനും കൂടി ഏതോ ഓർഫനേജിലേക്ക് സംഭാവന ചെയ്ത പാഴ്ചെടി അല്ല ഇന്നത്. 24 വർഷം കൊണ്ട് ആർക്കും മറയ്ക്കാൻ പറ്റാത്തൊരു വൻവൃക്ഷം പോലെ വളർന്നു കഴിഞ്ഞു. ഭാര്യയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഗംഗാധര മേനോൻ നെറ്റി തിരുമ്മി കിടക്കയിലേക്കിരുന്നു. എന്നിട്ട് പറയുകയാണ്, ആലോചിക്കണം, എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ.